ആണെങ്കിൽ ശ്രുതിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ശ്രുതിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട്. അതുപോലെ തന്നെ രേണുവിന്റെ അച്ഛൻ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട്, നീ രണ്ടാം കെട്ടുകാരൻ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ആരോട് വേണേലും വന്ന് ചേട്ടൻ ചോദിച്ചു, ഒരു കുഴപ്പമില്ല, എല്ലാവരും പറയാൻ റെഡി ആയിട്ട് തിരിക്കുക. ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു. ഈ കിച്ചുവിനെ അവർക്ക് വലിയ താല്പര്യമില്ലാത്തയാ. കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക്. പിന്നെ ഒരു ദിവസം ശ്രുതി മരിക്കുന്നതിന്റെ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു വഴക്ക്. എല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നല്ല, അതെ, അതിന് കാര്യങ്ങളെല്ലാം അറിയാം. ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനറിയാം. അതുകൊണ്ട് അത് മിണ്ടാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത്. പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു, അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ ശ്രുതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു. വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക, എല്ലാവരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല, അഥവാ വെച്ചാൽ പുള്ളിക്കാരനാണ് വെക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു കേട്ട വോയിസിൽ രേണു ശ്രുതി അതുപോലെ തന്നെ കിച്ചുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ശ്രുതി ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ വേലക്കാരനെ പോലെയൊക്കെ ആയിരുന്നു, അവർ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഈ രേണു ശ്രുതി അതുപോലെ തന്നെ ശ്രുതിയൊക്കെ അറിയാവുന്ന ആ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഈ ഒരു വോയിസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ത്രീ പറയുന്നതനുസരിച്ചെന്ന് പറഞ്ഞാൽ കിച്ചുവും അതുപോലെ തന്നെ രേണുവും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലോ ഒന്നും തന്നെ അല്ല. അവർ തമ്മിൽ ഇപ്പം പിരിഞ്ഞ് താമസിക്കാൻ കാരണം തന്നെ അവർ തമ്മിൽ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു കിച്ചു ശ്രുതിയുടെ കൊല്ലത്തുള്ള വീട്ടിൽ പോയി താമസിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവന് ഇതിനെക്കുറിച്ച് പറയാനോ ഒന്നും തന്നെ താല്പര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും കാണാത്തത്. അതുപോലെ തന്നെ ഈ ഒരു രേണുവിനുണ്ടെങ്കിൽ കിച്ചുവിനെ ഒരു ഇഷ്ടമോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയാൽ ഈ രേണു പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്ന, ഭയങ്കര അനാവശ്യമായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെയാണ്. ഇതുകൊണ്ട് തന്നെ കുറേയധികം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് എത്രമാത്രം സത്യമെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. ഇതിനൊക്കെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സത്യം എന്ന് അറിയണമെങ്കിൽ രേണു ശ്രുതി തന്നെ ഇതിനെക്കുറിച്ച് പറയണം. ഇതേപോലെ തന്നെ രേണു ശ്രുതി നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് വേറെ ഇന്ന വ്യക്തികളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഫേക്കാണോ അത് റിയൽ ആണോ എന്നൊക്കെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് രേണു ഇതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ട് പറഞ്ഞാൽ മാത്രമേ ഇതെല്ലാം പോകത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. സോ അല്ലാതെ നമുക്ക് ഇവർ പറയുന്നവർ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല, എന്നാൽ വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. എന്താണ് ഇതിൻ്റെ റിപ്ലൈ ഇനിയിപ്പോൾ രേണു വീഡിയോ ഇടുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അങ്ങനെ ഇട്ടാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ.